ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഡോം മൊറീസിൻ്റെ സിംബാദ് എന്നുള്ള പോയമാണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. സിംബാദ് എന്നുള്ള പോയം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ ഹാവ് മൾട്ടിപ്പിൾ ഇൻ്റർപ്രിറ്റേഷൻസ് ഓൺ ദ സെയിം പോം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോ വൺ ഈസ് റോങ് എന്നുള്ളൊരു തോട്ടാണ്. കാരണം എങ്ങനെ വേണമെങ്കിൽ ഈ ഒരു പോയത്തിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഈവൻ എ സിംഗിൾ ലൈൻ ക്യാൻ ഹാവ് ടു ഡിഫറെൻറ്റ് ഇൻ്റർപ്രിറ്റേഷൻസ്. സോ നമുക്ക് കടക്കാം. ആദ്യത്തെ സ്റ്റാൻസ, വിൻസ് സ്നിഫ്ഡ് ദ ഗ്രേവ്സ് ഓഫ് ഈച്ച് സീ ഐഡൻറ്റിഫൈഡ് നമ്പേർഡ് സ്റ്റിൽ ദ ടിക്കിൾ വേവ്സ് ഫംബ്ലിംഗ് ടോസ് ഓഫ് ദ ഡെഡ്. ഈ പോയം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വി ഫീൽ സംതിങ് റിലേറ്റഡ് ടു ട്രാവലിംഗ്. ക്ലിയർലി നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോം മൊറേസ് എന്നുള്ള ഒരു പോയറ്റിനെ മാറ്റി നിർത്തി ഡോം മൊറേസ് എന്നൊരു വ്യക്തിയെ എടുക്കുകയാണെങ്കിൽ ഹീ ഈസ് ആൻ ഇൻവെറ്ററേറ്റ് ട്രാവലർ. അതായത് ഹീ കാൺ ചേഞ്ച് ദ ഹാബിറ്റ് ഓഫ് ട്രാവലിംഗ്. ഇവിടെ ഇപ്പോൾ ഡോം മൊറേസ് എന്നുള്ള ഒരു പോയറ്റിനെ നമ്മൾ പോസ്റ്റ് കൊളോണിയൽ പോയറ്റായിട്ട് ആട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്കത് കൂടുതലും ഡീപ്പായിട്ട് നമുക്ക് വേറെ കുറേ ഇൻ്റർപ്രിറ്റേഷൻസ് കൊടുക്കാൻ പറ്റുന്നത്. ബട്ട് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ പറയുകയാണെങ്കിൽ ഹി ഈസ് എൻ ഇൻവെറ്ററേറ്റ് ട്രാവലർ, ഹി ഡസൻറ്റ് വാണ്ട് ടു സ്റ്റേ ഹോം. ആൻഡ് ഈ സിംബാദ് എന്നുള്ള പോയത്തിൻ്റെ ലാസ്റ്റ് ലൈൻസ് നോക്കുമ്പോൾ നമ്മൾ ഡോം മൊറേസ് എന്നുള്ള ഒരു ഓത്തറിനെ കൂടുതൽ അറിയുകയാണ്. ആൻഡ് ദ ലാസ്റ്റ് ലൈൻ ഈസ് സം ഓഫ് അസ് നെവർ നോ ഹോം. ആൻഡ് ഈ ഒരു ക്ലിയർ ഐഡൻറ്റിറ്റിയാണ് ഇവിടെ കാണുന്നത്. ലൈക്ക് ദിസ് ഗായ് ഇസ് ഐഡൻറ്റിഫൈഡ് ആസ് someone who always liked to travel a lot. And clearly the character Sinbad from 1001 Nights, 1001 Nightsലെ സിംബാദ് എന്നുള്ള ക്യാരക്ടറും ഡോം മൊറേസും തമ്മിലുള്ള ഒരു ക്ലിയർ ഒരു റിലേഷൻഷിപ്പാണ് ഇവിടെ കാണുന്നത്. ബട്ട് സ്റ്റിൽ ദിസ് ഗായ് ഡോം മൊറേസ് ഈസ് ആക്ച്വലി ഗിവിങ് ഇൻസ്ട്രക്ഷൻസ് ടു സിംബാദ് ദ ക്യാരക്ടർ. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് സിംബാദ് എന്നുള്ള ക്യാരക്ടർ ഡോം മൊറേസ് ഹു ഹസ് ട്രാവൽ വിത്ത് ഹിസ് ഫാദർ ടു ലൈക്ക് ശ്രീലങ്ക, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്തിട്ടുള്ളൊരു വ്യക്തി സിംബാദ്. അതായത് സിംബാദ് എന്ന് പറയുന്നത് ഒരു മിത്തിക്കൽ ക്യാരക്ടറായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നതാണ്. ഹീസ് സെഡ് ടു ഹാവ് ടേക്കൺ 7 ജേർണീസ് ടു അൺനോൺ ലാൻഡ്സ്. ഇതുവരെ ആർക്കും കാണാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ടുള്ളൊരു വ്യക്തി എന്നാണ് പറയുന്നത്. വി ക്യാൻ ഗോ ഡീപ്പ്. സോ അങ്ങനെ ഒരു വ്യക്തിയായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള വേറൊരു പോയമുണ്ട്, യുലീസിസ് അല്ലേ. അതിൽ ഇറ്റാക്ക എന്ന റോക്കി ഐലൻഡിൽ നിന്ന് യുലീസിസ് ബായ് പറഞ്ഞു പോകുമ്പോൾ ദിസ് ഗായ് നോസ് ദാറ്റ് ഹി മേ ഓർ മേ നോട്ട് കം ബാക്ക്. ആൻഡ് എവറി ട്രാവലർ ഈസ് ലൈക്ക് ദാറ്റ്. അവൻ സീയിലേക്ക് ഇറങ്ങുന്നത് ഞാൻ തിരിച്ചു വരും എന്നുള്ള ഉറപ്പ് കൊടുത്തുകൊണ്ടല്ല. ആൻഡ് ലൈഫ് ഈസ് സോ. നമ്മൾ ആ സീയിലേക്ക് ഇറങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ. ദർ ഈസ് ആൻ ഇൻ്റർപ്രിറ്റേഷൻ. സോ ലൈഫ് ആസ് എ സീ ജേർണി. ദർ മൈറ്റ് ബി ബിഗ് ടൈഡ്സ്, സ്റ്റോംസ് ഓൾ കമ്മിങ്, ബട്ട് വി ഡോണ്ട് നോ വാട്ട് വി ക്യാൻ എക്സ്പെക്ട്. കാരണം എവറി ഡേ ഈസ് എ സസ്പെൻസ് ഇൻ ലൈഫ്. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് വേർഡാണ് വിൻസ് സ്നിഫ്ഡ്. ഈ വിൻസ് സ്നിഫ്ഡ് എന്ന് തോന്നിയപ്പോൾ എനിക്ക് മനസ്സിൽ പെട്ടെന്ന് വന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ലൈഫ് ഈസ് എ ജേർണി ഇൻ ദ സീ ആൻഡ് ദ ഫേറ്റ് ഓർ വാട്ട് വി കോൾ ദാറ്റ് സൂപ്പർ നാച്ചുറൽ പവർ ജസ്റ്റ് സ്നിഫ്സ് ആൻഡ് ടേക്സ് അസ്. ആ ഒരു വിൻഡ് സ്നിഫിലൂടെ എനിക്ക് ആ ഒരു ഇൻ്റർപ്രിറ്റേഷനാണ് പോയത്. ആൻഡ് ദേ ജസ്റ്റ് ടേക്ക് അസ്. നമ്മൾ ജസ്റ്റ് ആ ഒരു ഫ്ലോയിൽ പോവുകയാണ്. ദേ ഡിസൈഡ് ടു വേർ വി വുഡ് ഗോ. പിന്നെ ഗ്രേവ്സ് എന്നുള്ള വാക്കുകൊണ്ട് നമുക്ക് ഒരു തോട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെത്ത് ഓഫ് ഹിസ് ഓൺ ഫ്രണ്ട്സ് ഓർ മേ ബി ഹിസ് ഓൺ ഐഡൻറ്റിറ്റി ആയിട്ട്. കാരണം ഒരു യാത്രക്കാരൻ എന്നുള്ള നിലയിൽ ഹി ഡസൻറ്റ് ഫൈൻഡ് എ പ്ലേസ് ടു റെസ്റ്റ് ഫോർ ഹിംസെൽഫ്. ഹി ഡസൻറ്റ് ഫൈൻഡ് എ പ്ലേസ് വിച്ച് he can call himself home. ഒരു ലൈഫ് ജേർണി, ഒരു തോട്ട് പ്രോസസ്, ഇതൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ആൻഡ് he just identifies sea as his home.
ഓക്കെ, അതാണ് ഈ ഒരു ഫസ്റ്റ് പാരയിൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ പറ്റുന്നത്. പിന്നെ തപ്പിപ്പോയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫി ഉണ്ട്, റിട്ടൺ ഇൻ 1992, ആൻഡ് ഇറ്റ്സ് ടൈറ്റിൽഡ് നെവർ അറ്റ് ഹോം. ആൻഡ് ദ പോയംസ് ലാസ്റ്റ് ലൈൻ, സം ഓഫ് അസ് നെവർ നോ ഹോം. എന്തോ റിലേഷൻ തോന്നുന്നുണ്ടല്ലേ? ആൻഡ് ദ സെയിം ഇസ് വാട്ട് ഐ ഫെൽറ്റ്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിൻ്റെ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു തോട്ടാണ് ദർ ഈസ് ഡോം മൊറീസ് ഇൻ ദിസ് പോയം. ഹി ജസ്റ്റ് ഐഡൻറ്റിഫൈസ് ഹിംസെൽഫ്. അപ്പോൾ നമുക്കൊരു ഹാഫ് കൺഫെഷണൽ ടൈപ്പ് എന്ന് പറയാം. ഒരു ഡീപ്പ് പേഴ്സണൽ റിഫ്ലക്ഷൻ ഓഫ് ഹിംസെൽഫ് ഉണ്ട് ആ ഒരു പോയത്തിൽ. അതുകൊണ്ടായിരിക്കണമല്ലോ ഇതൊരു പോസ്റ്റ് കൊളോണിയൽ തീം കൊടുത്ത് വെച്ചത്. ആൻഡ് we can see his emotional estrangement, his own disconnectivity with himself, his own family, relationship. Clearly ഒരു യുലീസസ് തന്നെയാണ് ആള്. he just gives traveling and he just want to have a life where he can see the whole world. Like I am part of everything I have met, അല്ലേ? അപ്പോൾ ആ ഒരു സംഭവമാണ്. ഹി ജസ്റ്റ് വാണ്ട്സ് ടു ബി യൂണിവേഴ്സൽ. അവിടെ പക്ഷേ ഐഡൻറ്റിറ്റി, റൂട്ട്ലെസ്നെസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഡീപ് ഡൗൺ വി ക്യാൻ സീ ദാറ്റ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫിലേക്ക് നമ്മൾ ഇത്രയും കൂടിയും ഇറങ്ങി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഹിസ് റിലേഷൻ വിത്ത് ഹിസ് മദർ ആൻഡ് other women. He is said to be married 4 times or something. അപ്പോൾ അമ്മ ഇത്തിരി ലുനാറ്റിക് ടൈപ്പ് ആണ് എന്ന് പറയുന്നുണ്ട്. ചെറുപ്പം മുതലേ ആ ഒരു ഹാഫ് മാഡ് ആയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ഡോം മോറിസിൻ്റെ അമ്മ. ആൻഡ് ദാറ്റ്സ് വൈ മേ ബി ഹിസ് ഫാദർ ടേക്സ് ഹിം വെർ എവർ ഹി ഗോസ്, മേ ബി, ഐ ഡോണ്ട് നോ. അപ്പോൾ വൺസ് റൂട്ട് ഇസ് ഓൾവേസ് പ്രൊവൈഡഡ് ബൈ ഹിസ് മദർ, ഹിസ് ഓർ ഹെർ മദർ. അപ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ ആരാണ് എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന അമ്മ നമ്മൾ ആയിട്ട് റിലേറ്റഡ് അല്ലെങ്കിൽ ഹി ഡസൻറ്റ് ഫൈൻഡ് സൊലൈസ് വിത്ത് ഹിസ് മാം, ദെൻ അവിടെ ഒരു റൂട്ട്ലെസ്നെസ് നമുക്ക് കാണാൻ പറ്റും. ദ ഐഡൻറ്റിറ്റി വിച്ച് ഹി ഹാഡ് ടു ഷേപ്പ് ഫോർ ഹിംസെൽഫ്. അപ്പോൾ അവന് തന്നെ ഒരു ഐഡൻറ്റിറ്റി കൊടുക്കേണ്ടതായിട്ട് വന്നു. ഹി വാസൻറ്റ് ഗിവൺ that molding from his family. Father being a busy man, Frank Moraes, first Indian editor of Times of India. So we can expect from him his whole lot of travels. അങ്ങനത്തെ ഒരു ബിസി ലൈഫ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഓഫ് കോഴ്സ് ഡോം മോറീസിൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു റൈറ്റിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളത് കൊണ്ട് തന്നെ ഹി ഗോട്ട് എ ലോട്ട് ഓഫ് എക്സ്പോഷർ ആൻഡ് സോ ഹി സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഇൻ ഹിസ് സ്മോൾ ഏജസ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കോമൺ തിങ് എന്താണെന്ന് വെച്ചാൽ ദർ ഇസ് എ ലോട്ട് ഓഫ് സാഡ്നെസ് ഇൻ ഹിസ് പോയംസ്. കാരണം ട്രൈങ് ടു ഫൈൻഡ് ഹിസ് ഓൺ ഐഡൻറ്റിറ്റി, ട്രൈങ് ടു പ്ലേസ് ഹിംസെൽഫ് സംവർ. ഓക്കെ, അപ്പം നമുക്ക് പോയത്തിലേക്ക് പിന്നെ തിരിച്ചു വരുമ്പോൾ ഇതിൽ നമുക്ക് കുറേ ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ്സ് കാണാൻ പറ്റും. നമ്മുടെ സിംബാദ് എന്നുള്ള ട്രാവലറും ഡോം മോറിസുമായിട്ടുള്ള ഒരു ഇത്. കാരണം ദേ ബോത്ത് ഹാഡ് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസസ് ആൻഡ് ഹി സെഡ് ദാറ്റ് ആ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്ന വീട് പോലെ കണക്കാക്കാൻ പറ്റും വെൻ ഹി സെയിൽസ് ത്രൂ ദ സീ. ആ ഒരു റിലേഷൻഷിപ്പാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. ബിക്കോസ് ഹി ലവ്ഡ് അഡ്വെഞ്ചർ, ഫിയർലെസ് ആണ്. ആ ഒരു എവറി മൊമെൻറ്റ് ഓഫ് ഹിം ഇൻ ദ സീ ഇറ്റ്സ് ലൈക്ക് ഹി വാണ്ട്സ് ടു കണ്ടിന്യൂ ദ സെയിൽ. അതുകൊണ്ടാണ് ഒന്നിന് പുറകെ ഒന്നായിട്ട് യാത്രകൾ നടത്തുന്നത്. ആൻഡ് ദാറ്റ്സ് വൈ ഹി ചൂസ് ദിസ് ക്യാരക്ടർ സിംബാദ്. ഒന്നിന് പുറകെ ഒന്നായിട്ടുള്ള സെയിം ഫിയർലെസ് ആയിട്ടുള്ള ജേർണീസ് എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ സിംബാദ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഈസ് ഇറ്റ് ജസ്റ്റ് എ ജേർണി of a mythical character called Sinbad, or is it just a journey of Dom Moraes and his life? നമുക്ക് നമ്മളെ തന്നെ അവിടെ കാണാൻ പറ്റും. വി ക്യാൻ റിഫ്ലക്റ്റ് അവർ സെൽഫ്, ഹ്യൂമൻ നേച്ചർ ഇൻ ഇറ്റ്. അതാണ് സെക്കൻഡ് സ്റ്റാൻസയിൽ വരുന്നത്. സിംബാദ്, യുവർ ട്രിപ്സ്
diamond cloud by vultures flying over different countries. You need raw colors for new maps. ഇവിടെ സിംബാദ് എന്നുള്ള ക്യാരക്ടറിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ട്രാവൽസ് എ ലോട്ട് ആൻഡ് ആരും പോവാത്ത ഐലൻഡ്സിലേക്ക് പോകുന്നു എന്നുള്ളത് സൂചിപ്പിക്കാനാണ് മാപ്സ് ഡ്രോ ചെയ്യുന്നത്. പക്ഷേ ഇതിൽ വൾച്ചർ ഡയമണ്ട് ക്ലോഡ് ബൈ വൾച്ചേഴ്സ് എന്നുള്ള സംഭവം നമുക്ക് ഇത്തിരി ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എടുക്കാം. എവ്രി വൺ വാണ്ട്സ് ദാറ്റ് ഡയമണ്ട്. ഡയമണ്ട് ക്ലിയർലി ഷോസ് ലൈക്ക് അവർ ക്വസ്റ്റ് ഫോർ മെറ്റീരിയൽ തിങ്സ്. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ആ ഒരു മെറ്റീരിയൽ തിങ്സിൽ ആണ് എന്ന് വിശ്വസിക്കുന്ന നമ്മൾ ആ ഒരു തോട്ടിലേക്ക് അങ്ങനെ പോവുകയാണ്. ആൻഡ് മേ ബി സിംബാദ് വാസ് എ മെറ്റീരിയലിസ്റ്റിക് മാൻ. Maybe he not just loved to travel, he also loved to have a lot of treasures. അപ്പോൾ this guy can be related to ourselves, the whole human nature. And ഇത് ഇത്രയും കൂടി ക്ലിയർ ആവുന്നത് തേർഡ് സ്റ്റാൻസയിലാണ്. ഓൾഡ് ഫ്രണ്ട്സ് ഫോൾഡിങ് അപ്പ് ഇൻ എ സ്ട്രേഞ്ച് പ്ലേസ്, ന്യൂ ഫ്രണ്ട്സ് ഹോൾഡിങ് ഔട്ട് ഹാർട്ട്സ്, ബ്രോൺസ് ബ്രെസ്റ്റ് ഐസ്ഡ് ഇൻ വൈറ്റ് ലേസ്, കോൾഡ് കപ്സ് ഓഫ് കൈൻഡ്നെസ്. ഇവിടെ ഇത്രയും കൂടിയും ഞാൻ അന്വേഷിച്ച് പോയപ്പോൾ ബ്രോൺസ് ബ്രെസ്റ്റ്, ഫോൾഡിങ് അപ്പ്, ഹോൾഡിങ് ഔട്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ഡീപ്പർ മീനിങ് ഉണ്ട് എന്ന് മനസ്സിലായി. കാരണം ഓൾഡ് ഫ്രണ്ട്സ് ഫോൾഡിങ് അപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന് സെയിം സിംബാദ് സ്റ്റോറീസ് അല്ലെങ്കിൽ നമുക്ക് കണ്ടുവന്നിട്ടുള്ള സ്റ്റോറീസായിട്ട് ലൈക്ക് ദർ വുഡ് ബി 2 or 3 പീപ്പിൾ. ഒരു ട്രാവലിങ്ങിന് പോകുമ്പോൾ നമ്മളും നമ്മുടെ 2 or 3 കൂട്ടുകാരുണ്ടാവും. ആൻഡ് നമ്മളൊരു ട്രഷർ കണ്ടെത്തി എന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ 4 പേരുണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം വൺ ഫൈറ്റ്സ് വിത്ത് നാദർ. അപ്പോൾ ഇത്രയും കൂടിയും ഷെയർ കൂടാനായിട്ട് അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ആ ഒരു കൈൻഡ്നെസ് അവിടെ ട്രഷറിൻ്റെ മുമ്പിൽ വേണ്ടാതെ ആവുകയാണ്. ആൻഡ് ദേ ജസ്റ്റ് ഫൊർഗെറ്റ് അബൌട്ട് ഓൾ ദ പാസ്റ്റ് തിങ്സ്. അവിടെയാണ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഓൾഡ് ഫ്രണ്ട്സ് ഫോൾഡിങ് അപ്പ് ഇൻ സ്ട്രേഞ്ച് പ്ലേസസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ ഷാറ്റേർഡ് ആവുകയാണ് ആ ഒരു മെറ്റീരിയലിൻ്റെ മുമ്പിൽ. ഇമോഷനേക്കാട്ടിലും കൂടുതൽ പ്രോഫിറ്റ് എന്നുള്ള ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ സെർച്ച് പോകുന്നത്. ദേ ജസ്റ്റ് നീഡ് ടു ഹാവ് സംതിങ്. ആൻഡ് ഈ ഒരു ഫ്രണ്ടിന് എന്തെങ്കിലും പ്രോഫിറ്റ് കൊടുക്കാൻ പറ്റുമോ, എന്തെങ്കിലും മെറ്റീരിയൽസ് കൊടുക്കാൻ പറ്റുമോ, വിച്ച് ഈസ് അൾട്ടിമേറ്റ് പ്ലഷർ, അപ്പോഴേ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ലാസ്റ്റ് ചെയ്യുള്ളൂ. അതാണ് പറയുന്നത്, സന്തോഷത്തിൽ ഒരുപാട് കൂട്ടുകാർ കൂടി ഉണ്ടാവും, പക്ഷെ സങ്കടം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം എത്ര പേര് റിയലാണ് എന്ന്. അപ്പോൾ ആ ഒരു സംഭവമാണ് ഹാപ്പിനെസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് കൊടുക്കാണത്തോളം കാലം ദേ വുഡ് ബി ഫ്രണ്ട്സ് വിത്ത് ദം. ന്യൂ ഫ്രണ്ട്സ് ഹോൾഡിങ് ഔട്ട് ഹാർട്ട്സ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തവരാവും ചിലപ്പോൾ നമ്മളെ ആ ഒരു സിറ്റുവേഷനിൽ സഹായിക്കാനുണ്ടാവും. ബ്രോൺസ് ബ്രെസ്റ്റ് ഐസ്ഡ് ഇൻ വൈറ്റ് ലേസ്. ബ്രോൺസ് ബ്രെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തപ്പിപ്പോയപ്പോൾ 2 തോട്ട്സ് കിട്ടി. ആൻഡ് ഐ ഡോണ്ട് നോ വാട്ട് ടു റിലേറ്റ്. ബ്രോൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിസീറ്റിൻ്റെയും എൻവിയുടെയും മാനിപ്പുലേഷൻ്റെയും ഒരു സിമ്പിളായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നതാണ് വെൻ ഐ വെൻ ടു സെർച്ച്. സോ അതിനോടൊപ്പം ബ്രോൺസ് ബ്രെസ്റ്റും ട്രാവലും ആയിട്ട് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഐ ഫൗണ്ട് ആൻ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്. ഓക്കെ, ജൂലിയറ്റിൻ്റെ സ്റ്റാച്ചുവിൻ്റെ റൈറ്റ് ബ്രെസ്റ്റിൽ വിച്ച് ഇസ് ബ്രോൺസ് കൗട്ട് നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ട്രാവലിങ്ങിന് ലക്ക് ഉണ്ടാവും, അവർ ട്രാവൽ വുഡ് ബി സ്മൂത്ത് എന്നൊക്കെയാണ് ആ ഒരു തോട്ട്. അപ്പോൾ ഏതാണ് നമ്മുടെ ഡോം മൊറൈസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല. ആൻഡ് ഐ ഡിഡ്ന്റ് ഫൈൻഡ് ദിസ് എനിവർ. അപ്പം ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്തൊരു കാര്യം പറഞ്ഞു തന്നല്ലോ, കോൾഡ് കപ്സ് ഓഫ് കൈൻഡ്നെസ് എന്ന് പറയുമ്പോൾ ലൈക്ക് ഈവൻ വൺ ഫിയർ ടു ഗീവ് ഹിസ് കൈൻഡ്നെസ് ടു സമൺ എൽസ്. കാരണം എനിക്ക് ഇങ്ങടെ എന്തെങ്കിലും കിട്ടാണ്ട് ഞാൻ അങ്ങോട്ട് ഒന്നും കൊടുക്കില്ല എന്നുള്ളൊരു തോട്ടാണ് നമുക്കിവിടെ കൂടുതൽ കാണാൻ പറ്റുന്നത്. അടുത്തത് 4ാമത്തെ സ്റ്റാൻസ. ചൂസ് യുവർ റോക്ക് സീമെന്റ്, സ്റ്റേ വിത്ത് ഇറ്റ്, ലൂസ് യുവർ ഷാഡോസ്, ഇറ്റ്സ് ഓഫ് നോ യൂസ്, ദ ലാസ്റ്റ് ബ്രോൺസ് ബേർഡ് പുട്സ് യു ഡൗൺ, ടൈഡിയർ ദാൻ എ ഹോഴ്സ് ഫൈനൽ. ചൂസ് യുവർ റോക്ക് സീമേറ്റ് എന്ന് പറയുമ്പോൾ
maybe this guy, Dom Moraes, who likes to travel and no one can change his habit of traveling, how can he tell Simba? Maybe he is telling to himself to choose his own rock. അതായത് ചൂസ് യുവർ പ്ലേസ്, ഐഡൻറ്റിഫൈ യുവർ സെൽഫ് വിത്ത് സംതിങ് എൽസ് എന്ന് പറയുന്നുണ്ട്. സ്റ്റേ വിത്ത് ഇറ്റ് എന്ന് പറയുമ്പോൾ യു ജസ്റ്റ് എൻഡ് യുവർ ട്രാവൽസ് ആൻഡ് ഡിസൈഡ് വേർ ടു ബി ഇൻ എ പ്ലേസ്, ടു ഡിസൈഡ് ദാറ്റ് യു ഷുഡ് ബി ഇൻ എ പ്ലേസ്. അപ്പോൾ ലൂസ് യുവർ ഷാഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ മീൻ മെനി തിങ്സ്. ഷാഡോസ് can be interpreted his past deeds, all the things which doesn't let him to travel. അപ്പോൾ ബോണ്ടിങ്സ് ആയിരിക്കും, ഫ്രണ്ട്സ്, ഫാമിലീസ്, ആൻഡ് അങ്ങനെ ഒരുപാട് ബോണ്ടിങ്സ് നമ്മുടെ പുറകിൽ ഫോളോ ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ രണ്ട് ഇൻ്റർപ്രിട്ടേഷൻ സെയിം ലൈനിന് കൊടുക്കാമെന്ന്. ഇവിടെ ചൂസ് യുവർ റോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് സൈഡ് നോക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി Dom Moraes means tells Simba to choose his own rock and stay there and maybe stop traveling. പക്ഷേ ഡോം മൊറൈസ് എന്നുള്ളൊരു ക്യാരക്ടർ അങ്ങനെ പറയില്ല. മേ ബി ഹി മീൻസ് ദാറ്റ് ജസ്റ്റ് ഗോ ബിഹൈൻഡ് യുവർ പാഷൻ, ജസ്റ്റ് ഫൈൻഡ് ന്യൂ റോക്സ് ആൻഡ് you just stay with the thought of you traveling the world to unknown places, to have adventure, to have experience. പോവാത്ത സ്ഥലങ്ങളിലേക്ക് നീ എല്ലാ ഷാഡോസും ഷാറ്റർ ചെയ്തുകൊണ്ട്, കാരണം അതിൻ്റെ യൂസ് ഇല്ല. You might not have an identity, you can't place yourself somewhere, but still you can have that adventurous life. You can have that experiences which none other who sits in their home, in their safe place, in their comfort zones. You just break all the comfort zones and travel. എന്ന് പറയുമ്പോൾ ആ ഒരു പാഷൻ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് മേ ബി ഡോം മൊറീസ് ഇസ് ടെലിങ് സിംബാദ് ദാറ്റ് റൈറ്റ് തിങ്. ബിക്കോസ് ലൈഫ് എന്ന് പറയുന്നത് ഇസ് ഷോർട്ട് ആൻഡ് യു ഡോണ്ട് നോ വാട്ട് ഹാപ്പൻസ് ടു യു ടുമാറോ. നമ്മൾ ചിലർ പറയാറുണ്ട്, ഒന്ന് റിട്ടയർ ആയിട്ട് വേണം ജീവിതം എന്താണെന്ന് അറിയാൻ, അതുവരെ മക്കൾക്കും വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവരുടെയും സമാധാനിപ്പിച്ച് എല്ലാവർക്കും സന്തോഷിപ്പിച്ച് ജീവിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് വി ഡോണ്ട് നോ വാട്ട് വുഡ് ഹാപ്പൻ ടു അസ് ടുമാറോ. വി ഷുഡ് നോട്ട് പോസ്റ്റ്പോൺ അവർ ഹാപ്പിനെസ്. ഓൾ യു ഹാവ് ടു ഡു ഇസ് ചൂസ് ദ റൈറ്റ് പ്ലേസ് വെർ യു ക്യാൻ ട്രാവൽ, ഓർ ചൂസ് ദ റൈറ്റ് ഡ്രീംസ് ആൻഡ് ജസ്റ്റ് ഫോളോ ഇറ്റ്. ഒരു പേടിയും കൂടാതെ ജസ്റ്റ് ലൂസൻ അപ്പ് യുവർ ഷാഡോ. Society might think you as a nomad or mad, lunatic when you find yourself as a nomad. And just leave all that shadows. Just go behind your passion. എന്ന് പറയുന്നത് ashes and mourn wall deface you. Where is it wind from? Sinbad, defining its own course. Some of us never know home. Some of us never know home. എന്ന് പറയുമ്പോൾ ലൈക്ക് ഹീ ഫൈൻഡ്സ് ഹിംസെൽഫ് സോ മച്ച് റിലേറ്റഡ് വിത്ത് സിംബാദ്. അദ്ദേഹം പറയാണ്, സം ഓഫ് അസ്, സിംബാദ് ആൻഡ് ഡോം മൊറൈസ്, നെവർ നോ ഹോം, ബട്ട് സ്റ്റിൽ ദേ ആർ ഹാപ്പി വിത്ത് ദെയർ ഓൺ ഡിസിഷൻസ്. ബിക്കോസ് യു ക്യാൻ ട്രാവൽ ടു പ്ലേസസ് വോ വിൻ ടേക്സ് യു. അവിടെ നമുക്ക് ഈവൻ ദോ വി ക്യാൻ സീ ഹിസ് സെർച്ച് ഫോർ ഐഡൻറ്റിറ്റി, ഹിസ് സെൻസ് ഓഫ് റൂട്ട്ലെസ്നെസ്, ബട്ട് ഹി ഹാസ് ദാറ്റ് love for embracing varieties and multiplicities of life. He embraces his life. He's searching for adventure, for experiences which he gains, which none who sits in their comfort zone does. അപ്പോൾ ആ ഒരു തോട്ടാണ് ഇവിടെ വരുന്നത്. ആൻഡ് ഇഫ് യു സ്റ്റേ ഇൻ യുവർ കംഫർട്ട് സോൺ യു വോണ്ട് ബി experiencing this whole life. So just be that Ulysses who want to strive to seek and yet not to yield, isn't it? അപ്പോൾ ഒന്നും നേടാനല്ല,
You just have that kind of passion in your life. That's all. Thank you.